പ്രസംഗിക്കാനല്ല പോകുന്നത്. ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഈ വർഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ദൈവാത്മാവിൻ്റെ ശബ്ദമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നത് ഈ ഫെബ്രുവരിയിലെ കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. സോ ഫെബ്രുവരിയിലെ ദൂത ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എടുക്കുന്നത് നിങ്ങളോടുള്ള ആലോചനയായിട്ട് സ്വീകരിക്കുന്നവർക്ക് അതിനെ സ്വീകരിക്കാം. വലിയ കാര്യങ്ങൾ എൻ്റെ ദൈവം ചെയ്യാനായി പോകുന്നു. ആ വാക്യം ഒന്ന് വായിക്കും. യെശയ്യാ 54:2. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ഒന്ന് പറയാവോ? നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. കൂടാരത്തെ വിശാലമാക്കാനല്ല പറഞ്ഞേ, കൂടാരം നിൽക്കുന്ന സ്ഥലം. എല്ലാവരും പറഞ്ഞേ, ഈ കെട്ടിടം നിൽക്കുന്നൊരു സ്ഥലമുണ്ടല്ലേ? ആമേൻ. ഈ കൂടാരം നിൽക്കുന്ന, ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലം വിശാലപ്പെടുത്തുവാൻ ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. കൂടാരം നിൽക്കുന്ന സ്ഥലം വിശാലമാക്കേണ്ടത് ദൈവമല്ലേ? ദൈവമല്ലേ അങ്ങനെ ചെയ്യേണ്ടത്? ദൈവമല്ലേ വിശാലപ്പെടുത്തേണ്ടത്? പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വിശാലമാക്കണം, നിങ്ങൾ വിശാലമാക്കണം, നിങ്ങൾ വിശാലപ്പെടുത്തണം. എവിടെയാണ് നമ്മുടെ വിശാലത ഉണ്ടാകേണ്ടത്? നമ്മുടെ മനസ്സിൽ, നമ്മുടെ സ്വപ്നത്തിൽ, നമ്മുടെ വിചാരങ്ങളിൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നമുക്ക് എന്തുണ്ടാകണം? വിശാലത വരണം. ആമേൻ. ഞാനൊരു ദൂത് പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ സ്വപ്നം കണ്ടത് തരുവാൻ എൻ്റെ ദൈവം തയ്യാറാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ നിങ്ങൾക്ക് നൽകും. വേദവസം പറയുന്ന കർത്താവിൽ തന്നെ സന്തോഷിച്ചു കൊള്ളുക. മലയാളത്തിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന കർത്താവിൽ തന്നെ ആനന്ദിക്കുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ തലയിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുന്നവനല്ല, നീ ചോദിച്ചത് നൽകുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ചോദിക്കേ ഞാൻ നിങ്ങൾക്ക് തരാം, അന്വേഷിക്കേ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകുവാൻ എന്റെ ദൈവം തയ്യാറാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ ബൗണ്ടറികളെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ കൂടാരത്തെ വിശാലമാക്കണം, വിശാലമാക്കണം. വസ്തു എന്ന് പറഞ്ഞതിന്റെ അതിരുകളെ എന്ത് ചെയ്യണം? വിശാലപ്പെടുത്തണം. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തില് ഞാനോ നിങ്ങളോ മനസ്സിനകത്ത് ചില അതിർവരമ്പുകൾ ഇട്ടിട്ടുണ്ട്. ഇത്രയേ എനിക്ക് പറ്റത്തുള്ളൂ, ഞാൻ ഇവിടെ വരെ ചെല്ലത്തുള്ളൂ, എനിക്ക് ഇങ്ങനെ കഴിയത്തുള്ളൂ, എന്നെ ഇങ്ങനെ ആളുകൾ കാണത്തുള്ളൂ. ഞാനിട്ട അതിർവരമ്പുകളെ ദൈവത്തിന് പൊട്ടിക്കാൻ കഴിയത്തില്ല. ഞാനിട്ട അതിർവരമ്പുകളെ ഞാനായി പൊട്ടിക്കണം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞേട്ടെ. മലയാളം ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, ഭാരപ്പെടണ്ട. ഭാഷയുടെ അതിരുകളെ എന്റെ ദൈവത്തിന് പൊട്ടിക്കാനായി കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ നിറം നൽകിയ ഒരു അതിരുണ്ട്, നിങ്ങളുടെ ഭാഷ നൽകിയ ഒരു അതിരുണ്ട്, നിങ്ങളുടെ സഭ നൽകിയ ഒരു അതിരുണ്ട്, നിങ്ങളുടെ ജാതി നൽകിയ ഒരു അതിരുണ്ട്. നിങ്ങളുടെ അതിരുകളെ നിങ്ങൾ പൊളിക്കണം. ആമേൻ. നിങ്ങൾ പൊളിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ വരച്ചു വെച്ച ചില മതിലുകളുണ്ട്, അവ നിങ്ങൾ ഉടയ്ക്കണം. അതിനാണ് ദൈവം പറഞ്ഞത്, നിങ്ങളുടെ വസ്തുവിനെ, നിങ്ങളായിരിക്കുന്ന കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലപ്പെടുത്തണം. ഈ പകൽ ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കെട്ടിവെച്ച മതിലുകളെ ഇടിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം നിങ്ങളെ വിശാലപ്പെടുത്തുവാൻ റെഡിയാണ്. ഹല്ലേലൂയ. പാറശാലയിൽ ഒതുങ്ങിപ്പോകരുത്. മാർത്താണ്ഡത്തിൽ ഒതുങ്ങിപ്പോകരുത്. നിന്റെ ചുറ്റുപാടുകളിൽ ഒതുങ്ങിപ്പോകരുത്. നിന്റെ വീട്ടിൽ നീ ഒതുങ്ങിപ്പോകരുത്. നിന്റെ അതിരുകളെ വിശാലപ്പെടുത്തണം. അതിരുകളെ വിശാലപ്പെടുത്തണം. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. നിന്റെ മിനിസ്ട്രിയുടെ അതിരുകളെ വിശാലപ്പെടുത്തണം. പാറശാലയിൽ നിൽക്കരുത്. കേരളത്തിൽ തീരരുത്. തമിഴ്നാട്ടിൽ തീരരുത്. നോർത്ത് ഇന്ത്യയിൽ തീരരുത്. അങ്ങ് യൂറോപ്പിലേക്ക് പോകണം. അങ്ങ് അമേരിക്കയിലേക്ക് പോകണം. അങ്ങ് ഏഷ്യയിലേക്ക് കടക്കണം. ചൈനയിലേക്ക് കടക്കണം. നിന്റെ അതിരുകളെ നീ വിശാലപ്പെടുത്തണം. അതിരുകളെ വിശാലപ്പെടുത്തുക. ഒന്ന് രണ്ട് പേരോട് പറ, അതിരുകളെ വിശാലപ്പെടുത്തുക. അതിരുകളെ വിശാലപ്പെടുത്തുക. അതിരുകളെ വിശാലപ്പെടുത്തുക. നിന്റെ അതിരുകൾ വിശാലപ്പെടണമെങ്കിൽ നിന്റെ ചിന്തകളിൽ മാറ്റം വരണം. നിന്റെ ചിന്തകളിലാണ് ആദ്യം വിശാലത ഉണ്ടാകേണ്ടത്. ഇടുങ്ങിയ ചിന്തകളെ പൊളിക്കണം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ഇടുക്കമുള്ള ചിന്തകളെ പൊളിക്കണം. മതി എന്ന് പറയുന്നത് കളയണം. ഓ, അത്ഭുതങ്ങളെ നിർത്താൻ
മനുഷ്യന് കഴിയും. എപ്പോഴാണെന്നറിയോ? എലീശ പറഞ്ഞു, നോക്ക്, നിന്റെ വീട്ടിൽ വെറും പാത്രങ്ങൾ കുറയരുത്. ആമേൻ. ഈ പാത്രത്തിലെ എണ്ണ ഒഴിച്ച് ആ പാത്രങ്ങളെ നിറയ്ക്കണം. പാത്രം തീരുമ്പോ എണ്ണ തീരും. മതി എന്ന് പറയരുത്. മതി എന്ന് പറയരുത്. എനിക്ക് കൊല്ലത്തൊരു നല്ല സഭയുണ്ട്. കേരളത്തിൽ വലിയ സഭകൾ ധാരാളം എനിക്കുണ്ട്. കർത്താവിനെ ഉപയോഗിച്ചുണ്ടായതാണ്. അഞ്ചലിലൊരു വലിയ സഭയുണ്ട്. ആമേൻ. എന്നോട് ഇന്ന് ചിലർ പറഞ്ഞു, ഉച്ചത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു. നമ്മുടെ സ്വോത്രം പോയോ? പ്രസംഗം കേട്ടവർ ക്ഷീണിച്ചു. അപ്പോൾ പ്രസംഗിച്ചതിൻ്റെ കാര്യം ചിന്തിച്ചു നോക്കി. നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കി. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ഞാൻ 1.5 മണിക്കൂർ ആയത് കഴിഞ്ഞ് അറിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ആമേൻ. എനിക്ക് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുവാൻ ആഗ്രഹമില്ല. അടുത്തതിലേക്ക് കയറുവാൻ ആഗ്രഹമുണ്ട്. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? നിന്റെ മനസ്സിനകത്തുള്ള അതിർവരമ്പുകളെ പൊളിക്കണം. നീ ഇട്ടിരിക്കുന്ന അതിർവരമ്പുകളെ പൊളിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ജാതീയ വരമ്പുകളെ പൊട്ടിക്കണം. മതത്തിന്റെ വരമ്പുകളെ പൊട്ടിക്കണം. നിന്റെ ചിന്തകളിട്ട അതിർവരമ്പുകളെ പൊളിക്കണം. സിംഗപ്പൂർ പോയി പ്രസംഗിക്കാൻ പറ്റുമോ? എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എവിടാ പാറശാലയിൽ പോയിട്ട് പറയാൻ അറിയത്തില്ല. നിന്റെ കഴിവുകളെ നീയാണ് നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത്. അതിരുകളെ പൊളിക്കണം. അതിരുകളെ പൊളിക്കണം. അതിരുകളെ പൊളിക്കണം. അതിരുകളെ പൊളിക്കണം. അമേരിക്കയിൽ പോയി പ്രസംഗിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടാ ചെയ്യുന്നേ. അതിരുകളെ പൊളിക്കണം. ചിന്തകളുടെ അതിരുകളെ പൊളിക്കണം. യൂറോപ്പിൽ പോയി പ്രസംഗിക്കുവോ? എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഞാൻ ചെണ്ട വായിക്കാം. നിന്നെ ചെണ്ട വായിക്കാൻ ആർക്ക് വേണം? ഹല്ലേലൂയ. അതിരുകളെ പൊളിക്കണം. അതിരുകളെ പൊളിക്കണം. നീ ഇട്ടിരിക്കുന്ന അതിർവരമ്പുകളെ പൊട്ടിച്ചിട്ട് അപ്പുറത്തേക്ക് കയറണം. ഓ ലബനാൻ, നിന്റെ അമ്മ നിന്നോട് പറഞ്ഞു, നിനക്ക് ഇതേ ഒക്കത്തുള്ളൂ. നീ മൊണ്ണയാ, കഴുതയാ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിന്റെ അമ്മ പറഞ്ഞത് മൊണ്ണയാന്നാ, കഴുതയാന്നാ, പോത്ത്. ഇതിനോടൊക്കെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? കഴുത. ഇതിനോട് എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? അത് അമ്മ പറഞ്ഞതാണ്, എന്റെ കർത്താവ് പറഞ്ഞതല്ല. നിന്റെ അതിരുകൾ നിന്റെ അമ്മ വെച്ചത്, നിന്റെ അപ്പൻ വെച്ചത്. ഇവൻ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് പാസ്സായാൽ മതി, എന്തെങ്കിലും കൂലിയെടുത്ത് ജീവിച്ചോട്ടെ. അല്ല അല്ല അല്ല. നിന്റെ അതിരുകളെ നീ പൊളിക്കണം. നിന്റെ അതിരുകളെ നീ പൊളിക്കണം. കൂടെ എത്തിയവർക്ക് കൈയടിക്കാം, മേമേൻ പറയാം. പാറശാല ഒരു ഗ്രാമമാണ്, പട്ടണമല്ല. ഗ്രാമവാസികൾക്ക് ഗ്രാമത്തിൻ്റെതായ ഒരു ചിന്താഗതിയുണ്ട്. അവരതിനപ്പുറത്തേക്ക് വരത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? നമുക്ക് അപ്പുറത്തെ വീട്ടിലെ കൊതിയും തുണയും അപ്പുറത്തെ വീട്ടിലെ കൊച്ചു ഓടിപ്പോയതും അപ്പുറത്തെ ചെറുക്കൻ കള്ളു കുടിച്ചൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കാനാണ് ഇഷ്ടം. ഗ്രാമത്തിന്റെ കൊതിയും തുണയിലൊന്നും അല്ല നിങ്ങളാകേണ്ടത്. അതിരുകൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകണം. ഞാൻ യേശു പട്ടണത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ എനിക്ക് ചിന്താകുഴപ്പം ഉണ്ടായേനെ. യേശു ജനിച്ചത് ബെത്ലഹേം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാ. ഒരു നല്ല ഹാമിലയെ പറഞ്ഞാട്ടെ. യഹൂദ പ്രഭുവായ ബെത്ലഹേമേ, നീ പ്രഭുക്കന്മാരിൽ ഏറ്റവും ചെറുതാ. പക്ഷേ യഹൂദ രാജാവായവൻ അവിടെ നിന്നാണ് ജനിച്ചത്. നീ കിടക്കുന്ന ഗ്രാമമല്ല നിന്റെ ജീവിതം. നീ കിടക്കുന്ന കോളനിയല്ല നിന്റെ ജീവിതം. ഓഹോ, ഞാനൊന്നും കൂടെ പറയാം. നീ കിടക്കുന്ന കോളനിയല്ല നിന്റെ ജീവിതം. നീ കിടക്കുന്ന ഗ്രാമമല്ല നിന്റെ ജീവിതം. നീ ആ കോളനിയിൽ നിന്ന് പട്ടണങ്ങളെ പിടിക്കാൻ ദൈവത്തിന് നിന്നെ ശക്തീകരിക്കാൻ കഴിയും. യേശു കർത്താവ് പരീശന്മാരിൽ പ്രമാണിയായ ഒരുവനെ തെരഞ്ഞെടുത്തില്ല. യഹൂദന്മാരിൽ പ്രമാണിയായ ഒരുവനെ തെരഞ്ഞെടുത്തില്ല. സദൂക്യന്മാരിൽ പ്രമാണിയായ ഒരുവനെ തെരഞ്ഞെടുത്തില്ല. ശാസ്ത്രിമാരിൽ പ്രമാണിയായ ഒരുവനെ തെരഞ്ഞെടുത്തില്ല. മഹാപുരോഹിതനായ ഒരുവനെ തെരഞ്ഞെടുത്തില്ല. ചാള വിൽക്കുന്നവനെ തെരഞ്ഞെടുത്തു. അടുത്തിരിക്കുന്നവരോട് പറ, ചാള വിൽക്കുന്നവനെ തെരഞ്ഞെടുത്തു. അടുത്തിരിക്കുന്നവരോട് പറ, മത്തി കച്ചവടം നടക്കുന്നവനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് അറിവുള്ളവരുടെ മുകളിലാക്കി വെച്ചു. നീ കിടക്കുന്ന ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക്
എന്റെ ദൈവത്തിന് നിന്നെ കൊണ്ടുപോകാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതിർവരമ്പുകളില്ല. ഓ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അതിരുകളെ മറികടക്കുന്നവനാണ്. അതിരുകളെ മറികടക്കുന്നവനാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഭാഷകളെ മറികടക്കുന്നവനാണ്. പറ പറ പറ. ഹല്ലേലൂയ. നിങ്ങൾ വന്നത് ഒരു നടുവേദന മാറാൻ, തലവേദന മാറാൻ, നിങ്ങളുടെ കെടുതികൾ മാറാനായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഞാനത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ സൗഖ്യമായി മടങ്ങി പോകും. പക്ഷെ നിങ്ങൾ ചിലർ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ സ്ഥിതികളിൽ നിന്ന് ഒന്ന് മാറ്റം വരാനാണെങ്കിൽ വലിയത് വിശാലമായത് സ്വപ്നം കാണുക. നിന്റെ ദൈവം റെഡിയാണ്. എന്റെ ദൈവം റെഡിയാണ്. നീ ആഗ്രഹിച്ചത് നിന്റെ കൈ തരാൻ എന്റെ ദൈവം റെഡിയാണ്. പാറശാലയിൽ നിന്ന് അമേരിക്കയിൽ പോയി ശുശ്രൂഷിക്കണം. നിന്റെ ബുദ്ധിക്കപ്പുറത്തേക്ക് നീ കടക്കണം. നിന്റെ ചിന്തകൾക്കപ്പുറത്തേക്ക് നീ കടക്കണം. ഇന്ന് രാത്രി ചിലർ അതിരുകളെ പൊളിക്കാമെങ്കിൽ, നീ ഇട്ടിരിക്കുന്ന അതിരുകളെ പൊളിക്കാമെങ്കിൽ ദൈവം നിന്നെ അതിശക്തിയോടെ രാജ്യങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. എന്റെ യേശു ജീവിക്കുന്നു. അവൻ എന്നും ജീവിക്കുന്നു. അവനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുമില്ല. അവരുടെ സ്ഥിതികളെ ദൈവം മാറ്റുന്നു. അവരുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന ദൂതാരെങ്കിലും കേൾക്കുന്നോ? ലോകം നിങ്ങളോട് പറഞ്ഞ ചില അതിർവരമ്പുകളുണ്ട്. അതിനെ നിങ്ങളായി പൊട്ടിക്കണം. നിങ്ങളുടെ സാഹചര്യം പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ വന്ന ചില അതിർവരമ്പുകളുണ്ട്. അതിനെ നിങ്ങളായി പൊട്ടിക്കണം. ലോകം പറഞ്ഞ അതിർവരമ്പുകളുണ്ട്. അത് നിങ്ങളായി പൊട്ടിക്കണം. എന്നിട്ട് പറയണം, ഒരു അതിർത്തിക്കും എന്നെ അടക്കാൻ കഴിയത്തില്ല. കൈ അടിച്ചൂടെ ആമീൻ പറ. അതിർവരമ്പുകൾ പൊട്ടട്ടെ. അവിടെ അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, നിന്റെ കയറുകളെ നീട്ടുക, കുറ്റികളെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടെന്റുകൾ കെട്ടുമ്പോൾ അല്ലെങ്കിൽ കൂടാരങ്ങൾ കെട്ടുമ്പോൾ അതിന്റെ അറ്റത്തുനിന്ന് ഒരു കയറ് വലിച്ചിട്ട് അത് ഉറപ്പിക്കുന്ന വേണ്ടിയിട്ട് വലിച്ചു നീട്ടും. ഏതുദിവസം പറയാ, കയറുകളെ നീട്ടണം. കയറുകൾ പഴയ സ്ഥലത്ത് കെട്ടരുതോ, കുറച്ചും കൂടെ കൊണ്ടുപോകും. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? കുറച്ചും കൂടെ. അടുത്തിരിക്കുന്നവരോട് പറ, കുറച്ചും കൂടെ കൊണ്ടുപോകും. കുറച്ചും കൂടെ നീട്ടണം. കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. കുറച്ചും കൂടെ വലിച്ചു നീട്ടണം. കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. എനിക്ക് അടുത്ത നിലവാരത്തിലേക്ക് വരണം. എനിക്ക് ഇവിടെ തുടരണ്ട. ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ പറയാൻ? കയറുകളെ നീട്ടുന്നവർക്കായി സ്തോത്രം. കയറുകളെ നീട്ടുന്നവർക്കായി സ്തോത്രം. കയറുകളെ നീട്ടുന്നവർക്കായി സ്തോത്രം. ഇപ്പോൾ ചിലരുടെ കയറുകളെ നീട്ടുന്നവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു വാചകം പറയാം. ഈ ഫെബ്രുവരി അവസാനിക്കുന്നേക്കാൾ മുമ്പ് ചിലത് അടുത്ത നിലവാരത്തിലേക്ക് കയറുക. കൂടെ ഉള്ളവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. നിന്റെ വസ്തുവിന്റെ അളവ് നീ തീരുമാനിക്കണം. ട്രിവാൻഡ്രത്ത് സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുമ്പോ എന്റെ കൂടെ നമ്മുടെ കൂടെ ഉള്ള ജൂലി മോളോട് ഞാൻ ചോദിച്ചു, മോളെ ആ സ്ഥലം, ആ ഏരിയ എനിക്ക് ഇഷ്ടമാ. ഞങ്ങൾ അതിന് ഗൂഗിൾ മാപ്പ് ചെയ്തു. എന്നിട്ട് ആ വേറെ വല്ലവരുടെ ഒക്കെ വസ്തുവാ. ഞങ്ങൾ അതിന് ഗൂഗിൾ മാപ്പ് ചെയ്തിട്ട് അതിനൊരു സ്കെച്ച് വരച്ചു. ഇത് മുഴുവൻ ചർച്ചിൻ്റെതാകട്ടെ. നീ വരയ്ക്കുന്ന അതിരുകളാ നിന്റെ കൈകളിൽ വരാൻ പോകുന്നത്. ഓ, നീ ഇടുന്ന അതിരുകളാ നിന്റെ കൈകളിൽ വരാൻ പോകുന്നത്. ഇസ്രായേലിനെ ദൈവം തന്റെ വസ്തുവകകളെ വിഭാഗിക്കുമ്പോ എവിടെങ്കിലും പൊയ്ക്കോന്നല്ല കർത്താവ് പറഞ്ഞേ. ഇതാണ് ഒരതിര്, ഇതാണ് തെക്കേ അതിര്, ഇതാണ് കിഴക്കേ അതിര്, ഇതാണ് വടക്കേ അതിര്. അതിരുകളെ തീരുമാനിക്കുന്നവനാണ് ദൈവം. ദൈവം ദൈവമക്കൾക്ക് പറയുക,
നോക്കാം. നിനക്ക് കണ്ണെത്താവുന്നിടത്തോളം നോക്കാം. നീ നോക്കുന്നത് നിന്റെ കൈകളിൽ തരും. ഞാൻ രാവിലെ ട്രിവാൻഡ്രത്ത് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, അടിബോയ് എന്ന് പറഞ്ഞൊരു ദൈവദാസനുണ്ട് ആഫ്രിക്കയിൽ. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, അടിബോയ്. അദ്ദേഹത്തിന്റെ ചർച്ച് 3 കിലോമീറ്റർ നീളവും 3 കിലോമീറ്റർ വീതിയുമാണ്. 1 കിലോമീറ്റർ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാനൊക്കത്തില്ല. നിവർന്ന് കിടന്നാൽ പോലും നമുക്ക് കണ്ണെത്തത്തില്ല. 3 കിലോമീറ്റർ നീളമാണ്. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ 20 മിനിറ്റ് കൊണ്ട് ബസ്സിൽ കയറിയിട്ട് സ്റ്റേജിന് മുമ്പിൽ പോകാനൊക്കത്തുള്ളൂ. 55 ലക്ഷം പേരാണ് ഒരു ഞായറാഴ്ച കൂടുന്നത്. 50,000 അല്ല, സോറി, 50 ലക്ഷം പേര്. 50 ആണോ 55 ആണോ ഡൗട്ട് ഉണ്ട് എനിക്ക്. PG അങ്കിള് അദ്ദേഹനോട് പറഞ്ഞൊരു വാചകം, അതും യൂട്യൂബിൽ കിടപ്പുണ്ട്. അദ്ദേഹം പോയതിന്റെ അന്ന് മഴ പെയ്തു, അതുകൊണ്ട് 45 ലക്ഷം പേരെ വന്നുള്ളെന്ന്. 45 ലക്ഷം പേര്. നമ്മുടെ കാര്യവട്ടം സ്റ്റേഡിയത്തിനകത്ത് 1 ലക്ഷം പേര് ഇരിക്കത്തില്ല. 50 ലക്ഷം പേര് കൂടുന്ന സഭകളുണ്ട്. 50,000 പേരുടെ, നിങ്ങൾക്ക് 50,000 പേരെ ഒന്ന് ചിന്തിക്കാവോ? നമ്മുടെ ഇന്ത്യയിലെ ഹൈദരാബാദിലെ 3 ലക്ഷം പേര് കൂടുന്ന സഭയുണ്ട്. ഒരു സമയത്ത് അവർ ആഹാരം വിളമ്പുന്നത് 40,000 പേർക്കാണ്. സതീഷ് എന്ന് പറഞ്ഞ ബാസ്റ്റന്റെ സർച്ചിലെ 40,000 പേർക്കാണ് ഒരു സമയത്ത് ഭക്ഷണം വിളമ്പുന്നത്. 150 പേർക്ക് ഭക്ഷണം വിളമ്പുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കല്യാണ വീട്ടിൽ 250 പേരാണെങ്കിലുള്ള ചിന്ത എന്ത് ചിന്തിക്കാവോ? 1500 ഒക്കെ ഭയങ്കരമാ. ഞങ്ങളുടെ കല്യാണത്തിന് എനിക്ക് തോന്നുന്നു 22 കൊല്ലം മുമ്പ് 3000 പേരുണ്ടായിരുന്നു. ആ കല്യാണം കണ്ട ഞങ്ങളുടെ 5 ചുറ്റുപാടുള്ള ആളുകൾക്ക് ബോധം പോയി. 3000 പേരോ 6 or 7 നേരെയായിട്ടാണ് ആളുകളെ ഇരുത്തിയത്. 1200 പേർ, 1000ഓളം പേർക്ക് ഇരിക്കാമായിരുന്നു അതിനകത്ത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? 40,000 പേർക്ക് ഭക്ഷണം ഒരു സമയം കൊടുക്കുകയോ? അങ്ങനെയുണ്ട്. പാറശാലക്കാരെ 50, 100, 100 അല്ല, അതിനപ്പുറത്തേക്ക് ചിലത് ദൈവത്തിന് ചെയ്യാനായി കഴിയും. നോക്കിയാൽ എത്താത്തതായിരിക്കണം നിന്റെ അതിരുകൾ. നിന്റെ അതിരുകളെ വിശാലമാക്കുക. അതിരുകളെ വിശാലമാക്കുക. നിന്റെ കണ്ണുകളിൽ കാണാൻ കഴിയാത്തത് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണുക. എനിക്കൊന്നും അറിയത്തില്ലെന്ന് അറിഞ്ഞാൽ മതി കർത്താവിന് ചില ചെയ്യാം. നമുക്കൊന്നും അറിയാത്തപ്പോഴേ. ഞാൻ ഇന്നലെ എൻ്റെ മോളോടും സോളിയോടും പറയായിരുന്നു, ഇതിന് ഇംഗ്ലീഷ് വേർഷൻസിലെ enlarge the sight of your tent എന്നതിന്റെ അടുത്ത വാചകം വായിച്ചപ്പോൾ എനിക്ക് കൂട്ടി വായിക്കാൻ വയ്യ. ഞാനതിനെ വിഴുങ്ങി. എന്നാലും ഞാൻ പ്രസംഗിച്ചു. വായിക്കാൻ ആ വാക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതാണോ അതിന്റെ ഉച്ചാരണം, ഉച്ചാരണം വരെ വരുന്നില്ല വായിലോട്ട്. അതുകൊണ്ട് ആ വാചകം വിഴുങ്ങിയിട്ട് അടുത്ത വാചകം വായിച്ചു. പക്ഷെ ഞാൻ ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. നിന്റെ വാക്കല്ല, നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകമാ നിന്നെ നിയന്ത്രിക്കുന്നത്. തോക്കാൻ മനസ്സില്ല, ഒതുങ്ങിക്കൂടാൻ മനസ്സില്ല, എവിടെങ്കിലും ആയിക്കൂടാൻ താല്പര്യമില്ല. അടുത്ത നിലവാരത്തിലേക്ക് വളരാനാ ഇഷ്ടം. അതിരുകളില്ലാതെ വളരണം. കൊട്ടാരങ്ങളിലേക്ക് വളരും. ഓ കമാൺ. രാജ്യങ്ങളിലേക്ക് വളരും. പൂണെയിലെ രാജാവിന്റെ വീട്ടിൽ പോകും. സൗദിയിലെ രാജാവിന്റെ വീട്ടിൽ പോകും. ഒമാനിലെ രാജാവിന്റെ വീട്ടിൽ പോകും. ഓ ദുബായിലെ രാജാവിന്റെ വീട്ടിൽ പോകും. നിന്റെ അതിരുകൾ നീയാ തീരുമാനിക്കുന്നേ. അതിരുകളെ വിശാലപ്പെടുത്തുക. അതിരുകളെ വിശാലപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് ചിലരോട് ദൂത് പറയാം. പട്ടണങ്ങളെ പിടിക്കുന്ന അഭിഷേകത്തെ ദൈവം പകരുകയാണ്. അതിരുകളെ വിശാലമാക്കുന്ന അഭിഷേകത്തെ പകരുകയാണ്. നിങ്ങളുടെ സ്ഥിതി മാറുകയാണ്. അതിരുകളെ വിശാലമാക്കിക്കണം. നിന്റെ അതിരുകളെ നീ വിശാലമാക്കണം. നിന്റെ അതിരുകളെ നീ വിശാലമാക്കണം. നിന്റെ അതിരുകളെ നീ വിശാലമാക്കണം. നിന്റെ ചിന്തകളെ പൊളിക്കണം. ഇരിക്കാൻ നോക്കാം. കുറച്ചു നേരം പ്രസംഗിക്കട്ടെ. പ്രസംഗിക്കുമല്ല, ദൂത് പറയാൻ പോകും കുറച്ചു നേരം കൂടെ.
റെഡിയാണോ? ഒരു നല്ല ആമേൻ പറയാമോ? ഒരു 15 മിനിറ്റും കൂടെ പറയാനാ വിചാരിക്കുന്നേ. എന്റെ മോൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അവൾ എന്നെ കളിയാക്കാൻ വേണ്ടി മാത്രം എന്റെ കൂടെ വരുന്നേ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വാക്യത്തിലേക്ക് വരാം. 1 പത്രോസ് 3:18 വാക്യം. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കുകയും ചെയ്തു. യേശുവിനെ കുറിച്ച് നമുക്കൊരു കാര്യം അറിയാം. യേശു വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ മറുപടി പറയും, പാപികളെ രക്ഷിക്കാനാണ്. വിശ്വാസികളായ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും, യേശു വന്നത് എൻ്റെ പാപം കഴുകുവാൻ മാത്രമല്ല, എന്നെ മകനായി തീർക്കുവാനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു വന്നതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയും. നമുക്കറിയാം, യേശുവിന്റെ രക്തത്താൽ എൻ്റെ പാപം മോചിക്കപ്പെട്ടു. എല്ലാവരും പറഞ്ഞേ, യേശുവിന്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടു. ഞാൻ വിശുദ്ധനായി, ഞാൻ നീതിമാനായി, ഞാൻ സ്വർഗത്തിന് അവകാശിയായി, നിത്യതയ്ക്ക് അവകാശിയായി. ഇതൊക്കെ അറിയാവുന്ന കരമുയർത്തിക്കേ. ഇനി നിങ്ങൾ ആരും ഞാനും നിങ്ങൾ എന്തല്ലെന്നാ പറയുന്നേ? പാപിയല്ല. ആരാണ് പകരം? ഞാൻ ദൈവത്തിന്റെ മകനാണ്. പറ, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ നമ്മൾ അങ്ങനെ പറയുമെങ്കിലും ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനെ, യേശു കാൽവറിയിൽ മരിച്ചത് എൻ്റെ പാപങ്ങളെ മോചിപ്പിക്കാനാണ്. ഞാനത് വിശ്വസിക്കുന്നു. യേശു വിശ്വസിച്ച ദിവസം മുതൽ എൻ്റെ പാപം മോചിക്കപ്പെട്ടു. കുറേശ്ശെ അല്ല. ആ ദിവസം, ആ സെക്കൻഡിൽ എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ വിമുക്തനായി. കാരണം യേശു കാൽവറിയിൽ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ഈ വാക്കിനെ നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ യേശു കാൽവറിയിൽ മരിച്ചത്, യേശു കാൽവറിയിൽ മരിച്ചത് ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് പിതാവാം ദൈവമാണ്, ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്, അവനോട് അടുപ്പിക്കേണ്ടതിനാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ നിമിഷം യേശു കർത്താവ് തൻ്റെ പിതാവുമായി അവളെ അടുപ്പിച്ചു കഴിഞ്ഞു. ദൈവമേ പിതാവിനോട് അടുപ്പിക്കണേ, പ്രാർത്ഥിക്കണ്ട. ദൈവമേ ദൈവത്തോട് എന്നെ കൂടുതൽ അടുപ്പിക്കണമേ, പ്രാർത്ഥിക്കണ്ട. കാരണം യേശു കാൽവറിയിൽ മരിച്ചത് എന്നെ പിതാവിനോട് അടുപ്പിക്കേണ്ടതിനാണ്. യേശു കാൽവറിയിൽ മരിച്ചതോടുകൂടെ ഞാൻ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. കൈയടിക്കാത്ത ഒരു ആമേൻ പറയാതെ. ഹല്ലേലൂയ. എന്നാൽ ഈ സീസണിൽ നടക്കാൻ പോകുന്ന പ്രത്യേകത അറിയോ? നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾ അതിനെ ആരും ആമേൻ പറഞ്ഞില്ല. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ആത്മീയ ബന്ധത്തെക്കാൾ ഒരു പടി കൂടെ ആഴം ഉണ്ടാകാൻ പോകുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ആഴം വരാൻ പോകുന്നു. നിങ്ങളുടെ ബൈബിൾ വായനയ്ക്ക് ആഴം ഉണ്ടാകാൻ പോകുന്നു. 10 അധ്യായം വായിക്കുന്നവർ 50-ലേക്കോ 10-ലോ 20-ലേക്കോ പോകുന്നു. 1 വായിക്കുന്നവർ 5-ലേക്ക് പോകുന്നു. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ 5-ലേക്ക് പോകുന്നു. നിങ്ങളുടെ ആത്മീയ നിലവാരത്തിന് ആഴം വർദ്ധിക്കാൻ പോകുന്നു. ദൈവമായുള്ള ബന്ധത്തിനെ ഈ സീസണിൽ ദൈവം ആഴം വർദ്ധിപ്പിക്കും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. ഒരിക്കൽ കൂടെ ഒരു നല്ല ആമേൻ പറ. യേശുവിന്റെ അടുക്കൽ തന്നെ ശിഷ്യന്മാർ ഒരിക്കൽ വന്നിട്ട് ചോദിച്ചു, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കണമേ. യഹൂദന്മാരാണ് ഇവർക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം നിസ്കരിക്കുന്നത് പോലെ യഹൂദന്മാരും അവരും സമയനിഷ്ഠതയോടെ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇവരിപ്പോ വന്ന് പറയുവാ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവര് സമയനിഷ്ഠതയിൽ പ്രാർത്ഥിക്കുന്നവര് എന്തുകൊണ്ടായിരിക്കും യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? അവർക്ക് അതുവരെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യേശു പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അവരതുവരെ പ്രാർത്ഥിച്ചിരുന്ന രീതി മതപരമായിരുന്നുവെങ്കിൽ യേശു പ്രാർത്ഥിക്കുന്നത് ഒരു വ്യക്തിയോട്, ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. മാത്രമല്ല, യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് യേശു പ്രാർത്ഥിക്കുകയല്ല, ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പറയുന്ന എന്തോ വാക്കുകളല്ല, പകരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നവർ കാണാനായി തുടങ്ങി. മതപരമായ പ്രാർത്ഥനയിൽ നിന്ന് ജീവനുള്ള പ്രാർത്ഥനയിലേക്ക് അവർ കടക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, വ്യർത്ഥമായി കുറെ വാക്കുകൾ പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, പ്രാർത്ഥിക്കുകയാണെങ്കിൽ യേശുവിനെ പോലെ പ്രാർത്ഥിക്കണം. നിങ്ങൾ എന്റെ കൂടെ വരുന്നില്ലല്ലോ, ഒരു ആമേൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ വാക്കുകളെ ഉള്ളൂ, അതിനൊരു ഫലവുമില്ല. എന്നാൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതുപോലെ നടക്കുകയാണ്.
ഹല്ലേലൂയ. ലാസറിന്റെ കുഴിമാടത്തിൽ മുമ്പ് എന്നിട്ട് പറയുവോ, പിതാവേ എപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി പറയുന്നു. എന്നിട്ട് പറയാ, ലാസറെ പുറത്തു പോ. അവൻ പ്രാർത്ഥിക്കുന്നത് ഫലക്കുന്നു കാണാൻ തുടങ്ങി. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഞാൻ ഈ സീസണിൽ നടക്കുന്നത് പറയാം. നിങ്ങളും ദൈവം നമ്മൾ ആഴമേറിയ ബന്ധം ഉണ്ടാകും. വ്യർത്ഥമായ മതമായ പ്രാർത്ഥനയിൽ നിന്ന് മാറും. ആത്മീയമായി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആഴം ഉണ്ടാകും. നിങ്ങളുടെ വാക്കുകളുടെ ജൽപ്പനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറും. ജീവനുള്ള പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കയറും. നിങ്ങളുടെ ദൈവമായുള്ള ബന്ധം ആഴത്തിൽ വർദ്ധിക്കാൻ തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഇത് നിങ്ങളും ദൈവം നമ്മളുടെ ബന്ധം വർദ്ധിക്കുന്ന സമയം. ഈ സീസൺ ദൈവത്തിന്റെ സീസണാണ്. പുറപ്പാട് പുസ്തകം 33:11. ഇതാ ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. അവന്റെ പേര് നൂന്റെ മകനായ ജോഷുവ എന്നാണ്. കൂടാരത്തെ വിട്ടിട്ട് മോശ പോയി. ദൈവവുമായി സംസാരിച്ചതിനു ശേഷം മോശ പോയി. പക്ഷേ ഒരുവൻ ആ കൂടാരത്തിൽ നിന്ന് പോകുന്നില്ല. ദൈവം അവിടെ എഴുതി വെച്ചേക്കുക. എന്തിനങ്ങനെ എഴുതി വെച്ചു? എന്തിനങ്ങനെ എഴുതി വെച്ചു? എന്താണ് എഴുതി വെച്ചതിന്റെ കാരണം? ആ സാന്നിധ്യം വിട്ടുപിരിയാതെ ഒരുവൻ ഇരിക്കുകയാണ്. സാന്നിധ്യം വിട്ടുപിരിയാതെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. സാന്നിധ്യം വിട്ടുപിരിയാതിരിക്കുന്നവരുടെ പേര് ദൈവം പുറത്തു കൊണ്ടുവരും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. കർത്താവുമായി ഇരിക്കുന്ന ആളുകളെ ദൈവം പരസ്യമാക്കും. ഒന്നും കൂടെ ഞാൻ പറയാം. കർത്താവുമായ ആഴമേറിയ ബന്ധത്തിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ രഹസ്യത്തിൽ കർത്താവിനോടൊപ്പം ഇരിക്കുന്നു എങ്കിൽ ദൈവനെ പരസ്യത്തിലാക്കുക. നിന്റെ പ്രാർത്ഥനയുടെ ഫലം പരസ്യത്തിൽ ദൈവം കൊണ്ടുവരും. ഓ, ചിലത് സംഭവിക്കുന്നു, ചിലത് നടക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ആരും അറിയുന്നില്ല, പക്ഷെ സ്വർഗം അറിയുന്നു. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഓ കൈകളടിച്ചു ആമേൻ പറ. കാലേവിനെ ചിലത് ദൈവം ഏൽപ്പിച്ചില്ല. ജോഷുവയെ ചില ദൈവം ഏൽപ്പിച്ചു. എന്തുകൊണ്ട് ഏൽപ്പിച്ചു? പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ടുള്ള ആഴമേറിയ ബന്ധമുള്ളവനെ പട്ടണങ്ങളെ അവകാശമാക്കി പിടിക്കുവാൻ ഏൽപ്പിക്കും. ഇത് നിങ്ങളുടെ സീസണാണ്. കർത്താവുമായി ബന്ധത്തിൽ ഇരിക്കുന്നവരെ ദൈവം പരസ്യമാക്കും. ഓ ഹോ 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 ഹോ. ഒന്നും കൂടെ ഞാൻ പറയാം. പ്രാർത്ഥനയിൽ രഹസ്യത്തിൽ കർത്താവിനോട് ഇരിക്കുന്നവൻ പരസ്യത്തിൽ ദൈവം കൊണ്ടുവരുന്ന സമയം. നീ പ്രാർത്ഥിക്കുന്നത്, ഞാൻ കർത്താവിനോട് കൂടിയിരുന്നത് എന്റെ വീട്ടുകാർ കണ്ടപ്പോ എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ കുടുംബക്കാർ ആദ്യം കർത്താവിലേക്ക് വന്നു. കഴിഞ്ഞില്ല, പിന്നെ ചുറ്റുപാടുമുള്ള ആളുകൾ കൂടി വരാൻ തുടങ്ങി. എന്റെ വീട്ടിൽ നടന്ന കാര്യമാ. അയൽവക്കത്തുള്ള ലീലാമാൻറ്റി കൂടി, അയൽവക്കത്തുള്ള വേറെ ലീലാമാൻറ്റി കൂടി, അയൽവക്കത്തുള്ള റോസി ആൻറ്റി കൂടി, ആ അടുക്കലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ. എന്റെ അപ്പൻ കൂടി, എന്റെ പെങ്ങൾ കൂടി, എന്റെ പെങ്ങന്മാർ കൂടി, അളിയന്മാർ കൂടി. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എന്ന് പറഞ്ഞാ ഞാൻ വീട്ടിൽ ഇരുന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോ ചുറ്റുപാടും കൂടാൻ തുടങ്ങി. ആദ്യം എന്റെ ബന്ധുക്കളെ ദൈവം അറിയിച്ചു, എന്റെ പെങ്ങന്മാരെ അറിയിച്ചു, 3 ചുറ്റുപാടിനെ അറിയിച്ചു. അത് കഴിഞ്ഞപ്പോ പട്ടണത്തെ അറിയിച്ചു. അതോടെ സഭയായി. നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോ ദൈവം അതിനെ പരസ്യത്തിലാക്കും. ചിലതിനെ പരസ്യത്തിലാക്കുന്ന സമയമായതാ. ഞാൻ ചിലരെ നോക്കി ദൂത് പറയുക. നീ പ്രാർത്ഥിക്കുന്നവളെന്ന് നിന്റെ അയൽവക്കം അറിയും, നിന്റെ കുടുംബം അറിയും, നിന്റെ ദേശം അറിയും, നിന്റെ ഭവനങ്ങൾ അറിയും. ഇത് നിന്നോടുള്ള ആലോചനയാണ്. നീ യേശുവിന് വേണ്ടി നിന്നവളെന്ന് പട്ടണങ്ങൾ അറിയാൻ പോകുന്നു, രാജ്യങ്ങൾ അറിയാൻ പോകുന്നു, ദേശങ്ങൾ അറിയാൻ പോകുന്നു. കൈകളടിച്ചൊരു നല്ല ആമേൻ പറ. ഇത് നിനക്കുള്ള സമയമാണ്. നീ കർത്താവിനോടൊപ്പം ഇരിക്കുന്നത് അവൻ പരസ്യമാക്കും. രഹസ്യത്തിൽ ഇരുന്നത് അവൻ പരസ്യത്തിലാക്കും. രഹസ്യത്തിൽ ഇരുന്നത് ചുറ്റുപാടും ദൈവം അറിയിക്കും. നിന്നെ ദൈവം പ്രാർത്ഥനയുടെ പേരിൽ അറിയുവാനിടയാകും. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ?
നീ ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ, ഞാൻ അങ്ങനെ ആകാൻ പോകുകയാ. നീ അങ്ങനെ ആകാൻ പോകുകയാ. ബലഹീനമായി കിടന്നെടുത്തുനിന്ന് നീ ഉയർന്നു വരും. തകർന്നു കിടന്നെടുത്തുനിന്ന് നീ ഉയർന്നു വരും. യേശു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മളോട് ഒരു കാര്യം വാഗ്ദത്തം ചെയ്തു, പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ അയക്കും. എന്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറയാവോ? ആരെങ്കിലും ദൈവത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സംസാരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. ദൈവത്തോട് സംസാരിക്കേണ്ടെന്നല്ല കേട്ടോ. ദൈവം ഈ ഭൂമിയിൽ ദൈവവുമായുള്ള ഫെലോഷിപ്പിനെ യാഥാർത്ഥ്യമാക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 4:26 വാക്യത്തിൽ യേശുവുമായി ഒരു സ്ത്രീ സംസാരിക്കുകയാണ്. അവളുടെ പേര് വ്യഭിചാരിണി എന്നാണ്. എനിക്ക് അവളെ വ്യഭിചാരിണിയായി തോന്നുന്നില്ല. കാരണം എന്നാണെന്നറിയോ? അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഡിവോഴ്സിയാണ്. 5 എണ്ണത്തിന് ഡിവോഴ്സ് ചെയ്തവളാണ്. ഇവിടെ 3 പേര് ഡിവോഴ്സ് ചെയ്തവരുണ്ട്, 4 പേര് ഡിവോഴ്സ് ചെയ്തവരുണ്ട്. 5ാമത്തേനെ കെട്ടിയിട്ടില്ല അവള്. ശരിയാവുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ലിവിങ് ടുഗദറാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? യേശു അവളെ കുറ്റം പറയുകയല്ല. കുറ്റം പറയാതെ യേശു അവളോട് സംസാരിക്കുകയാ. ഞാൻ ആ പുസ്തകം വായിക്കും, എനിക്കൊരു കാര്യം മനസ്സിലായി. യേശു ആരാണ് എന്ന് ലോകത്തിൽ ഏറ്റവും ആദ്യം യേശു പറഞ്ഞത് ആ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടുന്നവളോടാണ്. ദൂത് നിങ്ങളോടാണ്. ആരെങ്കിലും ദൈവവുമായി സമയം ചെലവഴിക്കുന്നുവെങ്കിൽ യേശു അവനെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുകയാണ്. ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ചിലർ ദൈവവുമായി മുഖാമുഖം കാണാൻ പോകുന്നു. ദൈവവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോകുന്നു. ഓ ഹല്ലേലൂയ! ദൈവം നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നു. ദൈവം നിങ്ങൾക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി തരാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ ചാടി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഈ സീസണിൽ ദൈവം നിങ്ങൾക്ക് അവനെ വെളിപ്പെടുത്തി തരാൻ പോകുന്നു. കൂടണ്ടോ? കൈകളടിച്ചൊരു ആമേൻ പറയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ചില രഹസ്യങ്ങളെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആരെങ്കിലും ദൈവമായ കൂട്ടായ്മയിൽ ഇരുന്നാൽ അവർ രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യും. ഈ പകൽ നിന്നോടുള്ള ദൂത്, ദൈവിക രഹസ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഈ സീസണിൽ ദൈവം ചെയ്യാൻ പോകുന്നത് സ്വർഗീയ രഹസ്യങ്ങളെ ദൈവം പങ്കുവെക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞു, സ്വർഗനോട് ഇടയ്ക്ക് പറഞ്ഞു, എല്ലാം മറഞ്ഞിരിക്കുന്നതും വിലയുള്ളതാണ്. എല്ലാവരും പറഞ്ഞേ, എല്ലാം മറഞ്ഞിരിക്കുന്നതും, സ്വർണം മറഞ്ഞായിരിക്കുന്നത്, രത്നങ്ങൾ മറഞ്ഞായിരിക്കുന്നത്, ഹിഡൻ തിങ്സ്, മറഞ്ഞിരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം വിലയുള്ളതാണ്. ആത്മീയമായി മറഞ്ഞിരിക്കുന്നതും വിലയുള്ളതാണ്. ഭൗതികമായി മറഞ്ഞിരിക്കുന്നത് വിലയുള്ളതാണ്. പക്ഷേ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടുത്തുന്നത് സ്വർഗമാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ ആത്മീയ രഹസ്യങ്ങൾ ചിലർക്ക് ദൈവം ചോർത്തിക്കൊടുക്കുകയാണ്. ഭൗതിക രഹസ്യങ്ങൾ ദൈവം ചിലർക്ക് ചോർത്തിക്കൊടുക്കുകയാണ്. എന്റെ കൂടെ എത്തിയോ? യേശുവുമായി അടുത്തിരുന്ന ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, പബ്ലിക്കിനോട് കൂടെ വന്ന 5000-ഓളം പുരുഷന്മാരുണ്ട്, അവരോട് പറഞ്ഞില്ല. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ താക്കോലുകളാകുന്ന, മർമ്മങ്ങളാകുന്ന താക്കോലുകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആരെങ്കിലും ദൈവമായുള്ള ബന്ധത്തിലാണോ, അവർ താക്കോലുകൾ കൈകാര്യം ചെയ്യും. രഹസ്യങ്ങളെ തുറക്കുന്നവരാകും അവർ. ഒപ്പം എത്തിയവർക്ക് ഒരു കൈയടിച്ചൊരു ആമേൻ പറ. ഞാൻ ഇന്ന് പറയുന്ന ദൂതിനെ നിങ്ങൾക്ക് എത്ര പേർക്ക് എടുക്കാം? ഞാനൊരു പ്രവാചകനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? രോഗിയോട് രോഗം പറയാൻ മാത്രമല്ല പ്രവചനം. ഇത് ശ്രദ്ധിച്ചോ. ചിലരുടെ കയ്യിൽ ദൈവം അവന്റെ രാജ്യത്തിന്റെ താക്കോലുകൾ പങ്കുവെക്കുകയാണ്. ദൈവിക രഹസ്യങ്ങളുടെ താക്കോലുകൾ ദൈവം ചിലരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്.
ഇനി വരാൻ പോകുന്ന ഉണർവ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നതുപോലെ അല്ല, അതിനേക്കാൾ ഉയരമുള്ളത് നടക്കാൻ പോവാ. ആദിമ അപ്പോസ്തലന്മാർ 3.5 കൊല്ലം യേശുവിന്റെ കൂടെയായിരുന്നു. യേശു മരിച്ചപ്പോ അവർക്ക് വിശ്വാസം വന്നില്ല, ഉയർത്തെഴുന്നേറ്റപ്പോ അവർക്ക് വിശ്വാസം വന്നില്ല. യേശു അവരുടെ അടുക്കൽ 40 ദിവസം ചെന്ന് അവരൊക്കെ പ്രത്യക്ഷമായി ഞാൻ ജീവനോട് ഇരിക്കുന്നു എന്ന് തെളിയിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതായിരുന്നു അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ രഹസ്യം. ഞാൻ കഴിഞ്ഞ വർഷം ആത്മീയ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു നോക്കുമ്പോൾ, സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ ദൈവം ചെയ്തതിനേക്കാളും ഇതാ സ്വർഗീയ രഹസ്യങ്ങളെ പങ്കുവയ്ക്കുവാൻ യേശു വ്യക്തിപരമായി ചിലർക്ക് ദർശനം കൊടുക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. എന്ന് പറഞ്ഞാൽ 500ഓളം ആളുകൾക്ക് വിശുദ്ധ നഗരത്തിൽ യേശു പ്രത്യക്ഷനായി. പിന്നീട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, പിന്നീട് പൗലോസിന് പ്രത്യക്ഷനായി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, അന്ത്യകാലത്ത് സർവർക്കും അവൻ വെളിപ്പെട്ടു വരും, സകലർക്കും അവൻ വെളിപ്പെട്ടു വരും. അവൻ ചിലർക്ക് വ്യത്യസ്തനായി വെളിപ്പെട്ടു വരും. ഈ പകൽ ചിലർക്ക് ദൈവം ആ അനുഭവത്തെ പകരുകയാണ്. കർത്താവേ, കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ, വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ഞാൻ ഈ പറഞ്ഞത് ആർക്കോ ഒരാൾക്ക് വേണ്ടി എഴുതിയതല്ല. ആരെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവർ ഇന്നലകളേക്കാൾ അധികമായി ദൈവം ചെയ്യിക്കും. എന്റെ കൂടെ എത്തിയവർക്ക് ഒരു ഹല്ലേലൂയ പറയാം. ശബ്ദമേറിയൊരു ഹല്ലേലൂയ പറയാം. ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ഇതുവരെ ആർക്കും പിടികിട്ടിയിട്ടില്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നു. ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, അതെന്താ ദൈവമേ അങ്ങനെ? ആ കാര്യം എന്താ നടക്കാത്തത്? ഇന്ന കിഡ്നി പേഷ്യന്റ് എന്താ സൗഖ്യമായേ? ആ ക്യാൻസർ രോഗി എന്താ കർത്താവെ മരിച്ചേ? ചിലതിന് ഉത്തരവില്ല. പക്ഷെ സ്വർഗ്ഗനോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ഇതുവരെ മനസ്സിലാകാത്ത മർമ്മങ്ങൾ വെളിപ്പെടും. സഭ അതുമായി നടക്കാൻ പോകുകയാണ്. സഭ അതുമായി ഉയരാൻ പോകുകയാണ്. ഇതുവരെ ഇല്ലാത്തത് വെളിപ്പെടാൻ തുടങ്ങും. ആത്മീയ രഹസ്യങ്ങളെ കർത്താവ് ചിലർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഇത് ഒരാൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതല്ല, വിശ്വസിക്കുന്നവർക്ക് എല്ലാം വേണ്ടി ദൈവം ചെയ്തു കളയും. സർവർക്കും വേണ്ടി, സർവർക്കും വേണ്ടി, സർവർക്കും വേണ്ടി, സകലർക്കും വേണ്ടി, സകലർക്കും വേണ്ടി. ഈ പകൽ സകലർക്കും വേണ്ടി, ഈ പകൽ സകലർക്കും വേണ്ടി, ഈ പകൽ സകലർക്കും വേണ്ടി ദൈവം ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ലൂക്കോസിന്റെ 5-ാം അധ്യായം 5-ാം വാക്യം, പത്രോസിനോട് കർത്താവ് ചോദിക്കുവോ വല്ലതും ഉണ്ടോ? അവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചു കർത്താവേ, ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാൽ നിന്റെ വാക്കിന് പകരം ഞാൻ വലയിറക്കാം. പത്രോസ് എന്റെ ഭാഷയിൽ പറഞ്ഞ സ്രാങ്ക് ആണ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ബോട്ട് പിടിക്കാൻ പോകുന്ന, മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കൊരു തലവന്മാര് കാണും. അവർക്ക് മീനുള്ള ഇളക്കം അറിയാം. അവരെങ്ങനെ നോക്കിയാ വലയെറിയുന്നേ? പല പ്രാവശ്യം ഇളക്കം കണ്ടിട്ട് എറിഞ്ഞു, പക്ഷെ ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പരിശ്രമിച്ചു, ഒന്നും നടന്നില്ല. രാത്രി മുഴുവൻ കണ്ടു, കിട്ടൂന്ന് വിചാരിച്ചു, ഇപ്പൊ കിട്ടൂന്ന് വിചാരിച്ചു, നടന്നില്ല. പക്ഷെ യേശു പറഞ്ഞപ്പോ എവിടുന്ന് മീൻ വന്നേന്ന് അറിയത്തില്ല. മറഞ്ഞിരുന്നത് ഇതാ വലയിലേക്ക് വരുന്നു. ഞാൻ ചിലരോട് ദൂത് പറയുക, ഇതുവരെ മറഞ്ഞിരുന്ന ചില നന്മകൾ നിന്റെ വലയിലേക്ക് കടന്നു വരും. കൂടെ ഉണ്ടെങ്കിൽ ആരാധിച്ചോ. അത് വന്നപ്പോ 3 കാര്യങ്ങളുണ്ടായി. നമുക്ക് 3 കാര്യങ്ങളുണ്ടാവും. ഒന്ന്, വല കീറുമാറായി. ഹല്ലേലൂയ. അവരുടെ വഞ്ചിയിൽ കൊള്ളാതെയായി. 3, അവർക്ക് സംഭ്രമം പിടിച്ചുപോയി, വരണ്ടുപോയി. ഈ 3 വിധത്തിൽ ദൈവത്തിന് നിങ്ങളെ ഉയർത്താനായി പറ്റും. രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചോ, കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ദൈവദിനം പറയുന്നത്, താമര കതവുകളെ ഞാൻ പൊളിച്ചു കളയും, ഇരുമ്പോടാമ്പലുകളെ ഞാൻ ഉടച്ചു കളയും, എന്നിട്ട് ഇരുട്ടിലിരിക്കുന്ന നീതിഗുപ്തങ്ങളെ ഞാൻ തുറന്നു തരുമെന്ന്.
നിധി. ചിലർ പറയുന്നില്ല ആ പയ്യന് മനുഷ്യന് നിധി കിട്ടിയതാ. ഞങ്ങളെ കുന്നംകുളത്തോ എൻ്റെ പപ്പയുടെ വീടിനെ എടുക്കലേ ഒരു വലിയ വലിയ സമ്പന്നരായ ആളുണ്ട്. അവരുടെ പേര് ലൈവിലായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റാണ്. അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരാണ് എന്ന് പറഞ്ഞ വാർക്കാതെ 3 നിലയുള്ള വീടാണ് അവരുടെ. എന്ന് പറഞ്ഞാൽ അറയും പെരയുള്ള വീട് 3 തട്ടില്ലേ, അത് ചെറിയ തട്ടല്ല, 3 വലിയ ആളുകൾക്ക് താമസിക്കും. 3 നിലയാണ് ആ വീട്. ഞങ്ങൾ ആദ്യമായിട്ട് 3 നില വീട് കാണും. കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കാണുന്ന ആ വീടാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വാർക്കാത്ത വീടുകൾ 3 നിലയുള്ളത് നമുക്ക് കാണാൻ പ്രയാസമാണ്. പക്ഷെ അവരുടെ വീടാണ്. ആളുകൾ പറയാം അവർക്ക് നിധി കിട്ടിയതാണ് എന്ന് പറഞ്ഞ ആളുകൾ പണ്ട് സ്വർണം കുഴിച്ചിടുമായിരുന്നു അല്ലേ. അമ്മിക്കുഴ കിട്ടി, കുടം കിട്ടി, കുടത്തിനകത്ത് സാധനങ്ങൾ കിട്ടി. ഒറ്റ ദിവസം കൊണ്ട് അവരെന്താവും? സമ്പന്നരാകും, അതിസമ്പന്നരാകും. സ്വർഗം ചിലർക്ക് നിധിയെ തുറന്നു കൊടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളെ തിരിയും. കർത്താവ് പറഞ്ഞത് കുറേശ്ശെ എന്നല്ല, ഒറ്റ ദിവസം കൊണ്ട് ചിലർക്ക് നിധിയെ ദൈവം തുറന്നു കൊടുക്കും. നിധിയെ തുറന്നു കൊടുക്കും. നിധിയെ തുറന്നു കൊടുക്കും. കൂടുണ്ടെങ്കിൽ കൈയടിച്ച് ആരാധിച്ചോ. This is your season. This is your time. ഇതുവരെ മറഞ്ഞിരുന്നത് പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഇതുവരെ ആ വെള്ളത്തിൽ ആ കടലിൽ എവിടെയാണോ അത് ഇരുന്നതെന്ന് അറിയത്തില്ല, പെട്ടെന്ന് വഞ്ചിയിലേക്ക് വരികയാണ്. ഇതുവരെ നിങ്ങളുടെ കണ്ണുകൾക്ക് മറഞ്ഞിരുന്നത് ഇന്ന് രാത്രി നിങ്ങളുടെ കൈകളിൽ കൈവരികയാണ്.